ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നെറ്റ് ക്രീപ്സ് ആണ്. ഇത് കൊറിയയിലും മലേഷ്യയിലൊക്കെ കാണുന്നൊരു സ്ട്രീറ്റ് ഫുഡ് കൂടിയാണിത്. എങ്ങനെ നമുക്ക് തയ്യാറാക്കാൻ നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രീപ്സ് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടി നമുക്ക് അതിൻ്റെ ബാറ്ററിന് വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് മൈദ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കണം. ഈ മൈദയിലേക്ക് നമുക്ക് ഈ 2 മുട്ടയും പിന്നെ ഒരു 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്താണ് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇതിനകത്ത് ഞാൻ ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത് ഒരു 1.5 കപ്പ് അവൽ, ഒരു 4 ടേബിൾ സ്പൂൺ എള്ള്, ഒരു 1/4 കപ്പ് തേങ്ങ, പിന്നെ ഒരു 1/4 കപ്പ് ശർക്കര, ചെറിയൊരു പീസ് ശർക്കര ഒന്ന് ഒരുക്കിയെടുത്താൽ മതി. ഇതിനകത്തുള്ള ഫില്ലിംഗ് ആണ്. ഫസ്റ്റ് നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഇത് രണ്ടും കൂടെ നല്ല ഹാഫ് ആക്കിയിട്ട് 2 ഈക്വലായിട്ട് 2 പോർഷൻ ആക്കിയിട്ട് ഇതിനകത്ത് കളർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഗ്രീനും ഒന്ന് യെല്ലോയും. നിങ്ങൾക്കിത് കളർ വേണമെന്ന് ആവശ്യമില്ല, ഞാനൊന്ന് വീഡിയോയ്ക്ക് ഒരു കുറച്ചൊരു ഇതിന് വേണ്ടി ഞാൻ കളർ കൊടുത്തതാണ്. പിന്നെ ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് പാൻ എടുത്തിട്ട് ആദ്യം ശർക്കര ഉരുക്കിയത് ചേർത്ത് തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ടുള്ള എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി എല്ലാം കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതേപോലെ തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് വേണം ഇത് മിക്സ് ചെയ്യാൻ. പിന്നെ നമുക്കിത് ഇതേപോലെ ഒരു ബോട്ടിൽ എടുക്കണം. എന്നിട്ട് ഈ ബോട്ടിലിനകത്ത് നമുക്ക് ഈ ബാറ്റർ ഒഴിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ഒരു കുപ്പി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ അടപ്പിനകത്ത് ചെറിയ ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ക്രീപ്സ് ആക്കി നമുക്ക് അങ്ങനെ ഒഴിക്കാവുന്നതുമാണ്. അപ്പോൾ ഞാനിത് ഇതേപോലത്തെ ഒരു ബോട്ടിലാണ് എടുത്തത്. നമ്മൾ ആദ്യം യെല്ലോ കളറാണ് തയ്യാറാക്കുന്നത്. ഇതേപോലെ നന്നായിട്ട് അടച്ചിട്ട് ഇനി നമുക്ക് ക്രീപ്സ് തയ്യാറാക്കാം. നിങ്ങൾക്കിത് ഏത് ബോട്ടിൽ വേണമെങ്കിലും ഇങ്ങനെ എടുക്കാം. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ഇനി ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ആദ്യം ലോ ഫ്ലെയിം, തീരെ ലോ ഫ്ലെയിമിലല്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് ഇതേപോലെ ഒഴിച്ചിട്ട് നമുക്ക് നെറ്റ് ഷേപ്പിൽ വേണം നമ്മൾ ഇതൊഴിച്ച് ശരിയാക്കി എടുക്കാൻ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമുള്ളത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ സ്ക്വയർ രീതിയിലാണ്, സ്ക്വയറോ അല്ലെങ്കിൽ റൗണ്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും നെറ്റ് ആവണമെന്നേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഹോൾസ് കുറച്ച് വലുതാണ്, അതുകൊണ്ട് അത് കുറച്ചുകൂടെ ഒരു കട്ടിയായിട്ട് തോന്നുന്നത്. നിങ്ങളുടെ അത് ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്താൽ വളരെ നേർത്തയായിട്ട് നമുക്ക് കിട്ടും, നല്ല തിന്നായിട്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഒരു 2 മിനിറ്റ് തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് എടുക്കാം. കണ്ടോ എന്ത് രസമുണ്ട് കാണാൻ. ഇതേപോലെ എല്ലാ നെറ്റ് ക്രീപ്സും തയ്യാറാക്കി എടുക്കണം. ഇനി നമ്മുടെ നെറ്റ് ക്രീപ്സ് ഒക്കെ തയ്യാറായിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ, ഗ്രീനും യെല്ലോ ഒക്കെ. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ റോളാക്കിയിട്ട് ഹണിയുടെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്നതാണ്. ഇതേപോലെ ഇങ്ങനെയും നമുക്ക് കഴിക്കാം. പിന്നെ ഇതിനകത്ത് ഫില്ലിങ് വെച്ചിട്ടും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാൻ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഇല്ലേ, അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ അത് ആദ്യം നമ്മൾ ഇതിൻ്റെ ക്രീപ്സ് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 4 സൈഡും ഇങ്ങനെ ഒന്ന് ബോക്സ് പോലെ ഒന്ന് മടക്കിയെടുക്കണം. കാര്യം മറ്റേത് നല്ല കട്ടിയായിട്ട് ഇങ്ങനെ തിക്കായിട്ട് ഇരിക്കുന്നത് കൊണ്ട് അടിയിലൊന്നും അധികം പോകത്തില്ല. ഇതേപോലെ കണ്ടോ, ഇതേപോലെ. ഇല്ലെങ്കിൽ ഇത് നമുക്കിത് വെറുതെ ചുമ്മാതെ കഴിക്കാനും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ഇതിനകത്ത് വെച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു നെറ്റ് ക്രീപ്സ് ആണ്. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. Thank you.